ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും പറടാ സ്വാഗതം. പ്രൈം നമ്മുടെ കൂടെ ഇന്നുണ്ട്. നമ്മളിന്ന് ലെവൽ 6 ആയിട്ട് ഇത് കറക്കാൻ നോക്കുകയാണ്. ഏത് ഇത്? ന്യൂബി വൗച്ചർ. കളിക്കാ. നമ്മുടെ ഇന്നത്തെ മിഷൻ റാങ്ക് അൺലോക്ക് ചെയ്യാൻ നോക്കാം, ബുയി അടിക്കാം. എനിക്ക് എവിടെ നടന്ന 4 ബുയി സ്ട്രൈക്ക് വന്ന്. ഇന്നലത്തെ കളി 2 കളി കളിച്ചോളൂ. അതെ അതെ, നിങ്ങള് എന്താ ചെയ്യണെന്ന് വെച്ചാ, നമ്മള് ചിലപ്പോ നമ്മുടെ സാൻഡക്സ് ബ്രോന്റെ അക്കൗണ്ട് തിരിച്ചെടുക്കും. അപ്പൊ നമ്മൾ ഈ അക്കൗണ്ട് ഒന്നും ഉണ്ടാവൂല അല്ലേ? തിരിച്ചെടുത്താ പൊളിക്കും. അതെ, ഇപ്പൊ ബോട്ടുകളാണ്. ഇപ്പൊ സാൻഡക്സ് ബ്രോന്റെ ഇത് അറിയില്ല നിങ്ങൾക്ക്. എനിക്കിത് സാൻഡക്സ് അല്ല, എനിക്കിത് വോർട്ടെക്സാ. എന്റെ പണ്ടത്തെ വോർട്ടെക്സ് എന്നായിരുന്നു. അതെ, പുള്ളിയെ ഇപ്പൊ ഫ്രീ മറ്റേ റോബ്ലോക്സ് മാത്രമേ ഉള്ളൂ. റോബ്ലോക്സ് ആയതുകൊണ്ട് ചില മാറ്റങ്ങൾ. അതെ, നീ ബ്ലോക്ക് ഫ്രൂട്ട് നിർത്തിയോ? ഒരുമാതിരി അലമ്പ് ഇവന്റെ കേടാ. ബ്രോ എന്തോ മുട്ട കണ്ട് പിടിക്കണ പോരാ. അതുങ്ങൾ അത് പണ്ടറ ഇറക്കി വെച്ചാണ്. ഇനിമേ ഫസ്റ്റ് തന്നെ നോക്കിട്ടു. കുഴപ്പമില്ലാതെ കണ്ണാണ് ഇട്ടേക്കണത്. അതാണ്. അതെ, ഏതാ കണ്ട്? മറ്റേ M4 എന്താണ്ടോ പറയണം. ആ സാധനം എനിക്കെന്താ നിനക്കുള്ള ലെവലുണ്ട്. അപ്പൊ ഹിറ്റ് ചെയ്ത് അടിച്ചെടുത്താ മതി. ബ്രോ ഈ കളി വേഗം തീർക്കാൻ നോക്കടാ. സ്കോഡാണേ, തമ്മിലൊക്കെ അങ്ങനെ ഇതൊക്കെ പുല്ല് പൊളിതാനം. ഇവിടെ ആരാണ്ടോ നിക്കണ്ട്. ഇറക്കി ആളിറക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലടാ, ആളിറക്കിയിട്ടുണ്ട്. എവിടെ? എടാ നിന്റെ സാധനം എവിടെ? എവിടെ? ഓ, ഇപ്പൊ സ്നൈപ്പർ ഇല്ല. നമ്മള് സ്നൈപ്പർ പിടിക്കണല്ല. നമ്മൾ ഇന്ന് കുറച്ച് വണ്ടാപ്പും കടിച്ച് ബോട്ടുകളെ വണ്ടാ പിടിക്കാം. ഇത് ബോട്ടുകളാണെന്ന് അറിയാം, എന്നാലും ചുമ്മാ ട്രെയിനിങ് പോലെ. അത് നല്ലതാണ്. ഒറിജിനൽ പ്ലേസ് ആണ് കുറച്ചും കൂടി ഇതുണ്ടായിരുന്നത്. നീ ഡിമിത്രി ആണ്ട്രാ? അല്ലടാ, ഞാൻ മറ്റേ കൊണ്ട് എന്താണൊക്കെ പറയണത്. കൂട്ടാ എവിടെ? ഞാൻ കൊല്ലാം. എടുത്തിട്ടുണ്ട്. ഞാൻ വണ്ടാ പിടിക്കാൻ നോക്കട്ടെ. ഞാൻ അടിക്കാൻ വണ്ടാ ബ്രോ. ദൂരടാ, അവനെ ഞാൻ അടിക്കും. കള്ള സാധനം. എടാ, ഞാൻ ഒരു ഹെഡ് കൊടുത്തടാ. അവൻ വീണപ്പോഴത്തേക്ക് എനിക്ക് നല്ല ലാഗ് വന്നു. അതാണ്. ഈ ഒരു ഭാഗത്തല്ല നമ്മളെ തറവാടുണ്ടായിരുന്ന പഴയ പീക്കില്. അങ്ങ് പീക്കിന്റെ അറ്റത്തുനിന്ന് ഇത്ര ലോങ് അടിക്കണം. എനിക്ക്
എനിക്ക് വുഡ്പക്കറ എന്നിട്ട് ലോങ് അടിക്കാൻ പറ്റാനുള്ള വെയിറ്റ് ആക്ക് കാണിച്ചു തരാം ബ്രോ. അങ്ങ് റിവൈവ് ചെയ്യാൻ പോയിട്ടുണ്ട്. കിണ്ണ ഫൈറ്റ് മോനെ. ഗ്രേറ്റസ്റ്റ് ഡുവോ ഐ എവർ സീൻ വേഴ്സസ് ന്യൂബ് ഡുവോ എവർ സീൻ. നൂബ് സ്കോഡ് എവർ സീൻ എന്നൊക്കെ പറയാം. ചെക്കന്മാരെ നൂബ് എന്ന് വിളിച്ച് ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ അത്ര. ഞാൻ കണ്ടായിരുന്നു അവൻ പോണ ആ വഴി. ബോട്ടല്ല അത്. ആ എടാ ഈ സീറ്റും വെച്ചാടാ അടിച്ച്. ബോട്ട് തന്നെ അടിച്ചെന്നോ? ആ വേറെ ഇങ്ങോട്ട് ഓടി. ആ അപ്പ ഓടിയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. എടാ ബോട്ടാണോ? സെൻസിറ്റിവിറ്റി ഒന്ന് സെറ്റല്ലേ? ആടാ റോബ്ലോക്സ് കളിച്ചേ ഇപ്പൊ ഇതൊന്നും ഒരു മധുരി എന്തോ വലിയാണ് കൂട്ട് സെൻസിറ്റിവിറ്റി. സത്യം ബ്രോ. ഓ ഞാൻ ആ മരം കണ്ടിട്ട് ഇനി വേണമെന്ന് പറഞ്ഞിരിക്കണേ. എവിടാ നീ എങ്ങനെയാണ് തമ്മനയിലൊക്കെ ഉണ്ടാക്കണേ? ജിമിനി ഞാൻ പറയും ജിമിനി കേക്കും. എന്നാ പറയണേ? ഞാൻ ആദ്യത്തെ ആ വീഡിയോന് ഞാൻ പറഞ്ഞതില്ലേ ഫസ്റ്റ് ടൈം പ്ലേയിങ് ഫ്രീ ഫയർ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ട് ഗിവ് ആ തമ്മിൽ അടിച്ചു കൊടുത്താൽ മതി, ജിമിനി തരും. ക്ലോക്കിലോട്ട് തന്നെ എനിമിയുടെ ഞാൻ അങ്ങോട്ട് പോയപ്പോ അവിടെ എനിമി എൻ്റെ ആമാശയം കത്തിച്ചിട്ടുണ്ട്. അധികം പ്ലേയേഴ്സ് ഒന്നുമില്ല. ഞാൻ മിക്കവാറും ഈ അടുത്ത് തന്നെ കണ്ണട വെക്കും. കണ്ണിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞാനാണെ മിഡ് ഫൈഡ് അടിച്ചിരിക്കുകയാണ്. എന്ത് എനിക്ക് തോന്നണേ അവന് ഇച്ചിരി ലാഗ് ഉണ്ടെന്ന്. നമുക്ക് തന്നെ കളിക്കാം. വരുമ്പോ വരട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഗൈസ് നമ്മള് എവിടെയാണ്? ക്ലോക്കിൽ. ക്ലോക്കിൽ നിൽക്കാണ്. ഇത് ആരാ ഞാൻ നോക്കി എടുക്കാണ്. ഇവിടെ എനിമീസ് ഒന്നും കാണുന്നില്ല, അതാണ് പ്രശ്നം. എനിമീസിനെ കൊണ്ടൊരു ഉപകാരമില്ലാത്തൊരു ഒന്നെ അടിച്ചൂടെ. ഇതൊക്കെ വന്ന ഇവിടെ ഉള്ളാരാ? ഹെൽമറ്റ്. എൻ്റെ ബാഗ് ഏതാണ്? ലെവൽ 5 ബാഗാണ്. ഇത് പറഞ്ഞ് നാളേക്കും വന്നാ ഞാൻ നോക്കിയിരിക്കുന്നതാ നിന്നെ അടിക്കാൻ. നമ്മുടെ മച്ചാൻ പ്രൈമിനെ തുറന്നു അവന്. ഹലോസ്, നിന്നൊരുത്താൻ തൊട്ടായിരുന്നു, ഞാനവനെ കൊന്നായിരുന്നു. എടാ കാറ് നല്ലതാണോ? കാറ് എന്താണ്? നെറ്റ് പ്രോബ്ലം എന്തോന്നാണ് ഗൈസ്? നെറ്റ് ഇഷ്യൂസ്. നമുക്ക് തന്നെ ഇത് ക്യാരി ചെയ്യേണ്ടി വരും. ഉള്ളത് കൊണ്ടോണമെന്നില്ല.
എവിടെ ഇനി എനിമീസിനെ കാണില്ല, അതാണ് പ്രശ്നം. ആ അവൻ കട്ടാക്കി. പിന്നെ ഗൈസ് പ്രൈമിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഹാപ്പി ബർത്ത്ഡേ പ്രൈം എന്ന് പറഞ്ഞ്. അവൻ്റെ ഇന്ന് ബർത്ത്ഡേ ആണ്. അവൻ ഒരു ദിവസം ജനിക്കാൻ വൈകിയിരുന്ന ഏപ്രിൽ ഫൂളിൽ ജനിച്ചാൽ, അല്ലെങ്കിൽ ഒരു മണ്ടനാണ്. അതിനും കൂടി ജനിച്ചിട്ടാണോ ഒന്നും കൂടി മണ്ടനാ. അവൻ പറഞ്ഞെന്ന് പറഞ്ഞ് മഞ്ഞ സാധനത്തിൽ എന്തൊക്കെ ഉണ്ടെന്നാ. ആ തന്നെ ലൈവല്ല. നമുക്ക് കളി പിടിക്കാട്ടാ, കളി സിമ്പിളായിട്ട് പിടിക്കാം. തോംസൺ എക്സ് വേണ്ട, M8 M8 വിളിച്ച് നമുക്ക് ആളെ കാണാൻ പറ്റും. ഞാൻ മറ്റേ ഇങ്ങാടോടെ പോക്കെന്ന് വെച്ചാൽ പോച്ചിനെ നോക്കണ്ട, കാരണം പറയാറില്ല മര്യാദക്ക്. അല്ലെങ്കിൽ ബിമ്മ പോവാ, ഭീമയിലാരും കാണുന്നില്ലല്ലോ. മരക്കെന്താ ഹർത്താല എടുത്തേക്കണത്, ഒരുത്തനെ കാണില്ല, ഒരു എന്റർടൈൻമെന്റ് ഇല്ല. ഇവിടെയൊക്കെ കണ്ടാണല്ലേ സാധാരണയായിട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടാണ് കുറേ എണ്ണങ്ങൾ ഇവിടെ നിരത്തി പിടിച്ചു. പ്ലാസ്മ വെയിറ്റ് അവനെ കൊന്നാ നീ ചത്തെന്ന് പറഞ്ഞ ചത്ത്. ഇപ്പൊ ഞാൻ പറയണേ ചത്ര, നീ ചത്ര പൊന്ന, ഞാൻ പറഞ്ഞു നീ ചത്തുന്നു. ഇനി ഇവിടുത്തെ ടീമിനെ എല്ലാത്തിനും പോയി, കാരണം അതിൻ്റെ ചെക്കനെ തൊട്ടാ നമ്മ ഒന്നും നോക്കൂല. സിമ്പിൾ വൈപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ വൈപ്പ് ചെയ്ത്, അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. ചെക്കനെ തൊട്ട കളി മാറും. ലെവൽ 6 ആയിട്ടുണ്ട്, നോക്കണോ എന്താ കിട്ടി. പണ്ടൊക്കെ ആലോക്കിനെ കിട്ടാൻ കഷ്ടപ്പെടുമായിരുന്നു, ഇപ്പൊ എന്താണ് ഫ്രീ. ആലോചിക്കട്ടെ, പാസിംഗ് അറൈവൽ ആനിമേഷൻ ഫ്രീ ഉണ്ടോ? ഫ്രീ ഉണ്ടെങ്കിൽ ഞാൻ ഒരു സ്പിൻ വേണ്ട, ഒന്നും ഫ്രീ ഇല്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സാധനമല്ലേ? ഇത് പോരല്ല പുള്ളേ കേട്ടാ. പോടാ കഞ്ഞൂബിയിലൊക്കെ എന്ന് പറഞ്ഞിട്ട് അത് തന്നില്ല. ഏട്ടാമാര് പറ്റിക്കാൻ. അല്ല പണ്ടത്തെ പോലെയൊക്കെ ഇത് അടുത്തൊരു ഇത് കിട്ടി, വേറെ വല്ലതും കിട്ടിയോ? ഇത് കിട്ടി. അത് കഴിഞ്ഞിട്ട് പ്രൊഫൈലില് കിട്ടി, ഇത് മതി. ഏതല്ലോ എന്നിട്ട് ഡൗൺലോഡാവത്തായിരുന്നു, അവിടെ അടങ്ങിയിരിക്കും. ഒരു പരിപാടിയാണ് വേണം.
തീരാ അത് വേണ്ട, അതല്ലമ്പി. ഔ സെറ്റ് അന്തസ്. ഓക്കെ ഓക്കെ. നൈസായിട്ടൊരു ഫീലിങ്, വെറുതെ കാശ് കളഞ്ഞത്. ചെറിയൊരു ഫീലിങ്. എല്ലാം നോക്കട്ടെ. ഇതൊക്കെ 50% ഓഫ് എന്ന് പറഞ്ഞിട്ട് കിട്ടാൻ പോസ്. ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ചെയ്യണം, അല്ലാണ്ട് കണ്ട സാധനം പോയി ചെയ്യരുത്. ഞാനേ ടീമേറ്റ് എത്തി കയറിയിട്ട് എല്ലാം വാങ്ങിക്കാൻ പറ്റും നോക്കട്ടെ. എനിക്കിഷ്ടപ്പെട്ടത് ഇത് മറ്റേ ഓൾഡ് ഇതാണല്ലേ. ഇത് ഇപ്പം ഇതിൽ കൊടുക്കണ്ടല്ലേ, 200 കൊടുത്താ. അത് വാങ്ങിക്കാം. എൻ്റെ മെയിൻ അക്കൗണ്ട് നിങ്ങൾ കാണണം ഗൈസ്, കിണ്ണ സാധനമാണ്. മെയിൻ അക്കൗണ്ട് അധികം പേർക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കുറെ. സ്കള്ള് തിരിച്ച് നിക്കട്ടാ ഇതെടുത്തേ. ഞാനൊരു സാധനം കണ്ടായിരുന്നു ഇതിൻ്റെ അടിയില്. സീനാ, ഇതൊക്കെ ഇറക്കിയാ ഇത് വാങ്ങിക്കണമല്ലോ അപ്പാ അക്കൗണ്ടിൽ. മെയിൻ അക്കൗണ്ട് എങ്ങനെ പോയെന്നൊന്നും എനിക്കറിയൂല. ഞാൻ ഇപ്പം എൻ്റെ ഇമെയിൽ അടിച്ചു കൊടുത്ത് എന്നിട്ട് എൻ്റെ അനിയൻ്റെ ഇമെയിലാണ്. അനിയൻ്റെ സീൻ ഇതെനിക്ക് കിട്ടിയ എൻ്റെ ഡ്രസ്സിൻ്റെ അപ്പം നല്ലോണം പോകും. നേരെ നമുക്കൊരു കളി പോയാലോ. ലെവൽ 8 ആവണോ അല്ലേ? ഓഫ് ചെയ്തിട്ടല്ലേ. സോളോ വേഴ്സസ് സ്ക്വാഡ്. സോളോ വേഴ്സസ് സ്ക്വാഡ് എടുക്കാൻ പോണാണ്. എന്താ സംഭവിക്കണെന്ന് നോക്കാം. വൈപ്പാവോ അല്ലെങ്കിൽ നമ്മ വൈപ്പാവോ നോക്കാലോ. മിനിമം ഇവിടത്തെ എല്ലാവരും ന്യൂബാവാനാ ചാൻസ്. സോളോ വേഴ്സസ് സ്ക്വാഡ് എടുക്കണമെന്ന് പറഞ്ഞാലേ നമുക്ക് ഇത് കിട്ടും, XP. കില്ലിന് കുറെ XP കിട്ടുമല്ലോ. ഞാൻ ജമ്പറുള്ളൂ എൻ്റെ അടിയിൽ. ആദ്യം നമുക്ക് പീക്ക് വൈപ്പ് ചെയ്യാം. നമുക്കൊരു ഇത് വേണ്ടേ, ഈ ഐഡിയ. ആദ്യം നമുക്ക് പീക്ക് വൈപ്പ് ചെയ്യാം. അതിൽ നിന്ന് ബീമേ പോയിട്ട് ക്ലോക്കിലോട്ട് പോവാം. ബീമേലില്ലെങ്കിൽ ക്ലോക്കിലോട്ട് പോവാം. അത് ബീമേലുണ്ടെങ്കിൽ ബീമ വൈപ്പ് ചെയ്തിട്ട് ഈ കത്തുലിസ്തോ എന്ന് പറയണ എന്താണ്ടൊക്കെ സ്ഥലം, അവിടെ പോയി വൈപ്പ് ചെയ്യാം. നോക്കാം ഇങ്ങനത്തെ മിഷനൊക്കെ വെച്ചൊക്കെ ഉണ്ടായിരിക്കും. ആദ്യം തന്നെ പീക്ക് വൈപ്പ് ചെയ്യണം. പീക്കാണ് മെയിൻ സ്ഥലം വൈപ്പ് ചെയ്യാനുള്ളത്. കുറെ പേര് ക്ലോക്കിൽ ഇറങ്ങുന്നുണ്ട്. ദാറ്റ് മീൻസ് ക്ലോക്ക് നമുക്ക് പീക്ക് വൈപ്പ് ചെയ്താനായിട്ട് ക്ലോക്കിൽ ഇറങ്ങാം. ഇവിടെ നിന്ന് ഒരു 4 കില്ല് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 4 കില്ല് മീൻസ് ഒരു സ്കോഡ്. അപ്പോൾ ഒരു സ്കോഡ് നമുക്ക് എടുക്കാം. കളിക്കണ്ടേന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൈമില്ല എൻ്റെ കൂടെ. ദാറ്റ് മീൻസ് എനിക്ക് പുറകിൽ സപ്പോർട്ട് വരാൻ അറിയുണ്ടാവില്ല. അതെന്താ ഇവിടെ തന്നെ ഇതാകണം. ഞങ്ങളില്ലേ ഉമ്മാരി, എനിക്ക് തോന്നണ ഇറങ്ങി. നെക്സ്റ്റ് വൺ അടുത്തവനെ കാണണമല്ലോ. ഇവിടെ 4 പേര് ഇറങ്ങിയെന്നല്ലേ പറഞ്ഞത്. എനിക്ക് കിട്ടിയത് ഒരു 5-6 പേര് മാത്രമാണല്ലോ. UMP എക്സമേറ്റ് മെയിൻ ബിൽഡ്. ഓക്കെ, അവനെ റിവൈവ് ചെയ്യാൻ പോണ ഞാൻ ഇവിടേക്ക്. അവനെ ഫിനിഷ് ചെയ്ത് അവൻ്റെ ടീമേറ്റ് ഇവിടെ ഓടി ഇറങ്ങണ്ട. അവനൊക്കെ തീർക്കണം. ടീമേറ്റിനെ കൂടി തീർത്ത് കഴിഞ്ഞാ ടീം വൈപ്പ് ആവുമല്ലേ.
ആ വേദിക്ക് അടി വന്ന് കിടന്നാണ്. ടീം വൈപ്പ് ആയില്ലടാ, പൊരുത്തനും കൂടിയുണ്ട്. പീക്ക് വൈപ്പേണ്ട ഞാൻ പോവില്ല പറഞ്ഞല്ലേ. പീക്ക് വൈപ്പേണ്ട ഞാൻ പോവില്ല. അവൻ പീക്കിന്നോടെയാണ് പിടിക്കണവനെ. അവൻ പീക്കിൽ നിന്നിട്ടുണ്ട്. അവൻ പീക്കിൽ നിന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് അവനെ വൈപ്പ് ചെയ്യാനുള്ളൊരു അമ്പടി ഉളുസു. ഞാൻ മിക്കവാറും ഇതിൽ നിന്ന് തന്നെ ഹെഡ് എഫ്റ്റ് വാങ്ങിക്കും. എൻ്റെ ആ മറ്റേ മെയിൻ അക്കൗണ്ടിൽ മറ്റേ ഹെഡ് ആർട്ടിസ്റ്റ് കിട്ടാനായി കിടക്കായിരുന്നു. എന്നുവെച്ചാൽ ഒരു 2-3 ഹെഡ് ഷോട്ടും കൂടി അടിച്ച് കഴിഞ്ഞാൽ കേട്ടാ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അവനെ കെ ആണ്, അതാണ് സൂക്ഷിക്കേണ്ടത്. കെ ക്യാരക്ടേഴ്സ് മൊത്തം കള്ളന്മാർ. വരണ്ട ടൈം കഴിഞ്ഞല്ല. അവനോ ഓടിയാ ഓടോ. പ്ലെയർ ആയിരുന്നടാ. എടാ പ്ലെയർ ആയിരുന്നടാ. സൂക്ഷിച്ച് കളിച്ചില്ല. ഞാൻ എൻ്റെ ഗാർഡ് ഡൗൺ ചെയ്ത് കളിച്ച് ഇവന്മാര് ന്യൂവാണെന്ന് പറഞ്ഞ്. അപ്പം ഇതിന്ന് നിങ്ങൾ എന്ത് പഠിച്ച്? നമ്മെപ്പോഴും സൂക്ഷിച്ചും കണ്ടും കളിക്കണം. കാരണം എന്നെപ്പോലെ ന്യൂബിനെയൊക്കെ ആദ്യത്തെ ഡിഫീറ്റ്. എന്താ ഇതും പോയി. കളിക്കാൻ ഒരു മൂടില്ല. മൂട് വ്യൂ നോക്കട്ടെ. മൊത്തത്തിൽ അങ്ങ് ഡെവലപ്പ് ചെയ്യാം. സ്പിൻ മാക്സിമം സ്പിൻ അവിടെ എനിക്ക് തോന്നണില്ല കേട്ടോ. ഡ്രസ്സ് എലൈറ്റ് പാസിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടല്ലോ. ഇത് കൊള്ളാം. പാൻറ്റും കൊള്ളാം. ഇതും കൊള്ളാം. ഇതാണ് എനിക്ക് ഇഷ്ടമാണ്. ഇതും നല്ലതാണ്. ആനിമേഷൻ ഇവനോ നോക്കട്ടെ. എനിക്ക് തോന്നണേ ലൈറ്റ് പാസ് പോലത്തെ സാധനങ്ങൾ തിരിച്ചുകൊണ്ടുവന്നാണെന്ന്. 2018 കാലഘട്ടത്ത് 2018 ഏതോ ഒരു സിമ്പിൾ ഡ്രസ്സ് കുഴപ്പമില്ല. ഇതിൻ്റെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഓടി. ഇതെനിക്ക് ഇഷ്ടമല്ല. കാരണം ഇതും എനിക്ക് ഇഷ്ടമില്ല. ഇതേപോലത്തെ മുടി വേറെ ഉണ്ട്. എടാ പൂടാ കൊടി റിട്ടേൺ കൊണ്ടുവന്നാ. അയ്യേ മാക്സ് എന്താണ് അതാണ് ഞാൻ മിത്തിക്കല പോലെ കിടക്കണത്. കറക്കാൻ നല്ല സാധനങ്ങളൊക്കെ കിട്ടും. ആ കൊടി റിട്ടേൺ കൊണ്ടുവന്ന് എനിക്ക് ഇഷ്ടമില്ല. കാരണം ആ കൊടി ഒരു മറ്റേ കിണ്ണാൻ ഒരു ലെവലിൽ നിൽക്കണ ഇമോട്ടായിരുന്നു. സാധാരണ ഇങ്ങനെ പുതിയതായിട്ട് കളിക്കാൻ വന്നവർക്കൊന്നും കിട്ടാതെ ഒരു റെയറായിട്ട് കിടക്കുന്ന ഒരു സാധനം കൊണ്ടുവന്നാൽ പോരാ. അത് അങ്ങനെ വേണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡ് നാളെ ഇടാം. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഞാനിത് നൈറ്റാണ് റെക്കോർഡ് ചെയ്യണത്. രാവിലെയാണ് കാണണമെങ്കിൽ ഗുഡ് മോർണിംഗ്, നൈറ്റാണ് കാണണമെങ്കിൽ ഗുഡ് നൈറ്റ്, വൈകുന്നേരമാണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ വൈകുന്നേരം ചായ കുടിക്കും. അപ്പോൾ